എസ് ടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് സെയിൽസ് ടാക്സിൻ്റെ കാര്യം പറഞ്ഞു, വാല്യൂ ആഡഡ് ടാക്സിൻ്റെ പറഞ്ഞു, ഇപ്പോൾ കറൻറ്റ് ജി എസ് ടിൻ്റെ കാര്യമാണ്. ജി എസ് ടി എന്താണെന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസിൽ ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് വിസിബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സോപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് വിചാരിച്ചത്. ഈ സോപ്പ് നമുക്ക് ഫിസിക്കലി വിസിബിൾ ആണ്, ലൈക്ക് കാണാൻ പറ്റും. എന്താ പറയുക, സെൻസസ് കൊണ്ട് എക്സ്പ്രസ് ചെയ്താൽ അറിയാൻ പറ്റുന്ന ഒബ്ജക്ട്സ് ആണ് ഗുഡ്സ്. ഓക്കെ, സർവീസസ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒരു കമ്പനിക്ക് കൊടുക്കുകയാണ്. ഈ സോഫ്റ്റ്വെയർ എന്നുള്ള ഈ ഫിസിക്കലി ഒരു എക്സ്പ്രസബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ലല്ലോ. ലൈക്ക് ഇപ്പം ഞാൻ ടെലികോളറായിട്ട് വർക്ക് ചെയ്യാം, ഞാൻ കൊടുക്കുന്ന ഒരു സർവീസസ് ആണ്, കമ്പനിക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ഓക്കെ, ഇതൊക്കെയാണ് സർവീസസിൻ്റെ എക്സാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് സർവീസസിൻ്റെ എക്സാം. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ആയിട്ടുള്ള ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പം ജി എസ് ടിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ വൺ നാഷൻ വൺ മാർക്കറ്റ് വൺ ടാക്സ് എന്നാണ്. ഇപ്പം ഫ്രാഗ്മെൻറ്റഡ് മാർക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഡിഫറൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചർ, കർണാടകയിൽ വേറെ ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചറാണ് വിചാരിച്ചത്. കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡിവിഷൻസ് ഉണ്ടാവും. കൂടുതൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ പോകുന്നത് ടാക്സ് കുറഞ്ഞ ഇതിലായിരിക്കും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും ഫ്രാഗ്മെൻറ്റഡ് മാർക്കറ്റ് ആണെങ്കിൽ. ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്ട്രക്ചർ കൂടാണ് ജി എസ് ടി. മീൻസ് ഇന്ത്യ മൊത്തം സിംഗിൾ ടാക്സേഷൻ എന്നുള്ളതാണ് ഈ ഇൻഡയറക്റ്റ് ടാക്സസ് എല്ലാം കൂടെ ഇതിനുള്ളിൽ. അതാണ് ജി എസ് ടിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ജി എസ് ടി ഒരു മൈൽ സ്റ്റോണാന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പം 17 ഡിഫറെൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സസും 13 സെസ്സസും കൂടി ചേർന്നാണ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ. സെസ്സസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ടാക്സിനെ കൊണ്ട് ഏർപ്പെടുത്തുന്ന ടാക്സ്. ഓക്കെ, അത്രയും കമ്പൈൻ ചെയ്തിട്ടാണ് ജി എസ് ടി ഫോം ചെയ്തത്. ഓക്കെ, പിന്നെ കാസ്കേഡിങ് എഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഒബ്ജക്റ്റ് എൻ്റെ സോപ്പിന് തന്നെ 2 വട്ടം ടാക്സ് ചെയ്യും. ഈ ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കി എങ്ങനെ വന്നപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വന്നപ്പം ഇത് വാറ്റിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ വന്നത്, അത് ജി എസ് ടിയിലും ഉണ്ട്. എന്നുവെച്ചാൽ ഇൻപുട്ടിന് നമ്മൾ കൊടുത്ത ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് തിരിച്ചു കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒറ്റ മാർക്കറ്റ് ടാക്സേഷൻ മീൻസ് ഇന്ത്യ മൊത്തം ഒരു ടാക്സേഷൻ എന്നുള്ള കോൺസെപ്റ്റ് അത് ജി എസ് ടിയിൽ വന്നു. ഇത് മുന്നേ ഉള്ള ഒന്നിലും ഉണ്ടായിരുന്നില്ല. ഗുഡ്സിനും സർവീസസിനും കൂടെ ഒരു ടാക്സ്. പിന്നെ ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് ടാക്സ്, ഏത് സെൻട്രൽ ഗവൺമെൻറ് കണക്ട് ചെയ്യുന്ന ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് ടാക്സും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. ഓക്കെ, പിന്നെ കോംപ്ലയൻസ് ആൻഡ് ട്രാൻസ്പാരൻസി കൂട്ടി. പിന്നെ നമ്മൾ സെയിൽസ് ടാക്സിൻ്റെതും വാല്യൂ ആഡ് ടാക്സസിൻ്റെ ഒക്കെ ഇഷ്യൂ പറഞ്ഞു. ടാക്സ് ഇവേഷനൊക്കെ നടത്താൻ കുറച്ചും കൂടെ ഈസിയർ മോഡൽസ് ആയിരുന്നു അത്. ജി എസ് ടി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലോണം സ്ട്രിക്റ്റ് ആയി. പിന്നെ എക്കണോമിക് ഇൻ്റഗ്രേഷൻ, അത് ഈ പറഞ്ഞത് തന്നെയാണ്. സിംഗിൾ നാഷണൽ മാർക്കറ്റ്, വൺ ടാക്സേഷൻ. അപ്പോൾ കമ്പനീസ് എല്ലാം കൂടുതൽ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ എന്താണെന്നും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും. ഇപ്പം എൻ്റെ സോപ്പുണ്ട്. എൻ്റെ സോപ്പ് ഞാൻ ഉണ്ടാക്കുന്ന രാജസ്ഥാനിൽ, വിൽക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഒറിജിൻ, വിൽക്കുന്ന സ്ഥലം ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഒറിജിൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ടാക്സ് ചെയ്യും. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള കേരളത്തിൽ ടാക്സ്. ഇതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ. ഇവിടെ രാജസ്ഥാനിലെ ഒറിജിൻ ബേസ്ഡ്, കേരളത്തിലെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, പിന്നെ ഡുവൽ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സോപ്പുണ്ടെന്ന് വിചാരിച്ചു. ആദ്യത്തെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ സ്റ്റേറ്റ് ഒരു 50 രൂപ ടാക്സ് ചെയ്യും സെപ്പറേറ്റ്ലി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് സെൻട്രൽ ഒരു 50 രൂപ ടാക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ജി എസ് ടി വന്നതിന് ശേഷം ടോട്ടൽ ഒരു 30 രൂപ ടാക്സ് ചെയ്തു വിചാരിച്ചു. ഈ 30 രൂപ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെൻട്രലും സ്റ്റേറ്റും. അതാണ് എങ്ങനെ ജി എസ് ടിൻ്റെ കോൺസെപ്റ്റ്. സിംഗിൾ ടാക്സ് തന്നെയാണ്, ഒറ്റ ടാക്സേ വരുള്ളൂ. പക്ഷെ അതും സെൻട്രലിനും സ്റ്റേറ്റിനും വീതം പോകും. മീൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എമൗണ്ട് പോകും.
ഇതിപ്പം ഏത് രാജ്യത്താണ് പ്രൊഡ്യൂസ് രാജ്യത്ത് ഏത് സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇപ്പോൾ കർണാടകയിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും മധ്യപ്രദേശിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും കർണാടകയിൽ ഇപ്പം ഇവിടെ വരുന്ന ആന്ധ്ര ഒഡീഷയിൽ ഉണ്ടാക്കുന്നതും കർണാടകയിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്നത് കേരളത്തിലാണെന്ന് വിചാരിച്ചു. ഇത് കൺസ്യൂം ചെയ്യുന്ന സ്ഥലത്താണ് എന്ത് ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ ടാക്സ് എന്ന് പറയുന്നത് ഈ പൈസ ഡയറക്റ്റ് പോകുന്ന കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിലാണ്. ഓക്കെ, കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് ഈ പൈസ പോകുന്നതുകൊണ്ട് എന്താ ഈ സ്റ്റേറ്റിന് ഇപ്പം നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ ഇത് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ. അപ്പോൾ അവിടേക്കാണ് ഈ ഗുഡ്സ് എല്ലാം വന്നിട്ട് കൺസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റിന് കുറച്ചല്ലേ കിട്ടുള്ളൂ. കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ് കുറേ ടാക്സിൻ്റെ വിഹിതത്തിൽ കിട്ടുക. നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ടാക്സ് ആയിട്ട് കുറേ കിട്ടും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആദ്യം ഉണ്ടായി. GST ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്സിന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റിന് സമ്മതിക്കാനൊരു ലോ ടെൻഡൻസീസ് ഉണ്ടായി. തമിഴ്നാട്, കർണാടക, ഗുജറാത്ത് അവിടെയൊക്കെ കുറേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ബേസ്ഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അവർ കുറേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവരെ ടാക്സിൻ്റെ വിഹിതമൊക്കെ ഈ ബാക്കിയുള്ള കൺസ്യൂമർ സ്റ്റേറ്റ്സ് കൊണ്ടുവന്നു ഇതൊരു ഇഷ്യൂ ഉണ്ടായില്ല. അപ്പം അന്ന് ഒരു 5 ഇയറിലേക്ക് 3 to 5 ഇയറിലേക്ക് ഈ കോമ്പൻസേഷൻ സ്കീം ഉണ്ടായി. സ്റ്റേറ്റിന് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഇയർ സ്പെസിഫിക് ആയിട്ട് നോക്കണ്ട, സ്റ്റേറ്റ് കോമ്പൻസേഷൻ സ്കീം ഉണ്ടായെന്ന് ഓർത്ത് വെച്ചാൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്ത തുടക്കകാലത്ത് വെച്ചാൽ ഈ സ്റ്റേറ്റിന് അങ്ങനെ ലോസ് ആകുന്ന റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെൻട്രൽ കോമ്പൻസേറ്റ് ചെയ്യും. അതായിരുന്നു അങ്ങനത്തെ സ്കീം ഈ മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിന്. ഓക്കെ, അതൊക്കെ നിന്നു. അത് നിന്നിട്ട് കുറച്ച് കാലമായി. ഓക്കെ, ആദ്യത്തെ കുറച്ച് ഇയേഴ്സിൽ മാത്രം അങ്ങനെ കൊടുക്കുന്നുണ്ടായി. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ആദ്യം, അതൊന്ന് ഓർത്ത് വെക്കാം. അങ്ങനെയാണ് GST ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സേഷൻ എവിടെയാണോ കൺസ്യൂം ചെയ്യുന്നത് അവിടെയാണ് ടാക്സ് ചെയ്യുക. ആ സ്റ്റേറ്റിനാണ് പൈസ കിട്ടുക. ഓക്കെ, പിന്നുള്ളത് ഡുവൽ ടാക്സേഷൻ മോഡലാണ്. ഒരു സിംഗിൾ ടാക്സ് ഒന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് സ്റ്റേറ്റും ആ കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റും ആ സെൻട്രൽ ഗവൺമെൻറ്റും പാർട്ടാക്കി പൈസ കിട്ടും. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് മറ്റേ ലോജിക്കലി മനസ്സിലാവാൻ ഒന്ന് നോക്കാൻ പോവാം. ഓക്കെ, ഞാനിപ്പോൾ ആ സോപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇതാണ് എൻ്റെ പുതിയ പ്രൊഡക്റ്റ് ടേബിളാണ് ഞാൻ. അപ്പോൾ എനിക്കതിന് വുഡ് വേണം, പെയിൻറ് വേണം. ഈ വുഡിന് ആദ്യം ഒറിജിനലി 100 ആണ്. ഓക്കെ, പ്രോഫിറ്റ് എല്ലാം കൂട്ടിയിട്ടുള്ള പ്രൈസ്. ഇപ്പോൾ ടാക്സും കൂടെ വരുമ്പോൾ 125 ആയി. ഞാൻ പേ ചെയ്യേണ്ടത് 125 ആണ്. അതേപോലെ തന്നെ പെയിൻറ്റിന് 30 ആണ്. ഓക്കെ, ടാക്സ് കൂട്ടിയിട്ട് 40 ആയി. ഞാൻ പേ ചെയ്യേണ്ടത് 40 ആണ്. ഇവിടെ ഞാൻ ഓൾറെഡി ടാക്സ് പേ ചെയ്തിട്ട് ഈ പെയിൻറ്റും വുഡും വാങ്ങി. ഓക്കെ, അപ്പം ഈ 125, 140, 165ആണ്. ഓക്കെ, ഈ 165 സാധനം ഞാൻ ഓൾറെഡി വാങ്ങി. പിന്നെ അത് വെച്ച് എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി. പിന്നെ ഒരു ലാഭവും അതിന് മുകളിൽ ടാക്സും കൂടെ കൂട്ടിയിട്ട് 250 ആക്കിയിട്ട് ഞാനിത് മാർക്കറ്റിൽ എത്തിക്കാൻ നോക്കുകയാണ്. ഓക്കെ, 125 ഞാൻ ഇവിടെ നിന്ന് തടി വാങ്ങി, വുഡ് വാങ്ങി, 40 കൂടെ പെയിൻറ്റ് വാങ്ങി. ഇതിന് മാത്രം എനിക്ക് 165 ആയി. പിന്നെ ബാക്കിയുള്ള എക്സ്ട്രാ കോസ്റ്റും പിന്നെ എൻ്റെ ലാഭവും പിന്നെ അതിന് മുകളിൽ ഇവിടെ വേറൊരു ടാക്സ് വന്നില്ല. ഈ കറുപ്പ് വേണ്ട, കറുപ്പ് കളറിന് അടയാളപ്പെടുത്തിയത് ടാക്സ് ചെയ്യുന്ന ചിഹ്നമായിട്ടാണ് അടയാളപ്പെടുത്തിയത്. ഇവിടെ ടാക്സ് വന്നു. പിന്നെ 165 ഞാൻ ഉണ്ടാക്കി. എൻ്റെ ലാഭം കൂടെ കൂട്ടി, ഈ ടാക്സും കൂടെ കൂട്ടി 250 ആയി. ഓക്കെ, അപ്പോൾ ഈ 250 ഞാൻ മാർക്കറ്റിൽ എത്തിക്കേണ്ട പ്രൊഡക്റ്റാണ് നോർമലി സെയിൽസ് ടാക്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കേസ്. ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വന്നപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ടാക്സ് ആയിട്ട് ഇവിടെ ഒരു 25 ഉണ്ട്. ടാക്സ് കൊടുത്ത് കണ്ട 100,000 പ്രോഫിറ്റ് അടക്കമുള്ള പൈസ 125 ആയിട്ടാണ് അവസാനം വിൽക്കുന്നത്. 25 ടാക്സ് വന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ 10 രൂപ ടാക്സ് വന്നു. അപ്പം ഈ 25ഉം ഈ 10 കൂടെ കൂട്ടിയിട്ടാണ് 35,000 നമ്മൾ ഓൾറെഡി കൊടുത്ത ടാക്സിൻ്റെ വിഹിതം. ഇത് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ ഞാൻ GST ഫയലിംഗ് എന്നുണ്ട്. മീൻസ് GSTയിൽ ഫയൽ ചെയ്യും എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്
ഇൻപുട്ടിന് ഞാൻ കൊടുത്ത ടാക്സ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അവർ ഈ 35 മീൻസ് ഇവിടെ നമ്മൾ കൊടുത്ത എക്സ്ട്രാ ടാക്സ് ആയിട്ട് കൊടുത്ത 25, ഇവിടെ കൊടുത്ത 10, ഇവിടെ കൂട്ടി 35 റിട്ടേൺ ചെയ്യും. ഈ 35 റിട്ടേൺ ചെയ്യുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ബാങ്കിലേക്ക് വരിക. ഈ 35 റിട്ടേൺ ചെയ്യുമ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് 35 കൂടെ കുറച്ചിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. നമ്മളിവിടെ ഈ ടാക്സിൻ്റെ വില ഈ ഇവിടെയുള്ള 25ഉം ഇവിടെയുള്ള 10ഉം കൂടെ കൂട്ടിയിട്ടാണ് 165 ആയത്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ 250, അതുകൊണ്ടാണ് ഇട്ടത്. ഈ 35 നമുക്ക് തിരിച്ച് കിട്ടി റിട്ടേൺ ആയിട്ട്. അപ്പോൾ ഈ 35 ഇതിന്ന് കുറക്കാൻ പറ്റും 250 മാർക്കറ്റ് പ്രൈസ്. അപ്പം 215 നമുക്ക് എത്തിക്കാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റും. 250 നമുക്ക് തിരിച്ച് കിട്ടിയത് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ഈ ടേബിളിന് 215 എത്തിക്കാൻ പറ്റും. പക്ഷെ വില കുറച്ച് എത്തിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റീവ്നെസ് കൂടിയെന്നാണ് അർത്ഥം. ഓക്കെ, കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മീൻസ് നമുക്ക് മാർക്കറ്റ് റൈവൽസ് ഉണ്ടാവും, സെയിം പ്രൊഡക്റ്റിന് എത്തിക്കുന്ന ആൾക്കാർ. മാക്സിമം എത്ര വിലക്കുറവിൽ എത്തിക്കാനോ പറ്റുമോ അത്ര വിലക്കുറവിൽ എത്തിച്ചാൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും, ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതാണ് സിമ്പിൾ ബേസിക് ആയുള്ള കോൺസെപ്റ്റ്. എക്സ്പോർട്ടൊക്കെ ചെയ്യില്ല, വേറെ കൺട്രിയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വിലക്കുറവിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ കോൺസെപ്റ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. സിമ്പിളി നമ്മൾ ഇൻപുട്ടിന് കൊടുക്കുന്ന ടാക്സ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും ഇവിടെ. അതാണ് ഇവിടുത്തെ 35. ആ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന പൈസ നമ്മൾ നോർമൽ ഡബിൾ ടാക്സേഷൻ വരുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കുറക്കാൻ പറ്റും. ആ കുറച്ചിട്ട് ആ കുറഞ്ഞ പൈസ തന്നെ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. ഇതാണ് സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ GST വേറെ അടുത്ത കേസാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് ബോഡി വേണമല്ലോ എവിടെയാണ്. അപ്പം GSTൻ്റെ കേസിൽ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ഏത് ചെയർ എന്ന് പറയുന്നത് എന്തിൻ്റെ GST കൗൺസിലിൻ്റെ. അപ്പം ഇത് കൊണ്ടുവന്നത് മീൻസ് ടാക്സ് എന്ന് പറയുന്നത് എന്താ കൺകറന്റ് ലിസ്റ്റിലാണ് ഒരു കോൺസെപ്റ്റാണ്. സെൻട്രലിൻ്റെ സ്റ്റേറ്റിൻ്റെയും ഇമ്പാക്ട് ചെയ്യുന്നൊരു ഫീൽഡാണ്. അപ്പം ഇത് അമെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രൂവൽ വേണം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണം, മീൻസ് ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യണം. ഏത് GST എന്ന് പറഞ്ഞൊരു ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് സെൻട്രലും സ്റ്റേറ്റും കൂടെ ഒരുമിച്ചിട്ട് ടാക്സ് ആക്കിയിട്ട് കൊണ്ടുവരാൻ. സ്റ്റേറ്റിൻ്റെ പവറിൽ സെൻട്രൽ ഇൻവോൾവ് ചെയ്യുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം ഇതാണ് പറഞ്ഞ GST കൗൺസിൽ എന്ന് പറയുന്ന സംഭവം. മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്റ്റാണ്. എന്നുവെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ GST എന്ന് പറയുന്ന സംഭവം ഉണ്ടായില്ല. 2017 ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതിന് മുന്നേ GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തിട്ട് റിമൂവ് ചെയ്യോ എന്ത് വേണം അമെൻഡ് ചെയ്യുന്ന പറയാം. 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വെച്ചിട്ടാണ് 279A എന്ന് പറഞ്ഞ ആർട്ടിക്കിളിലാണ് GST കൗൺസിൽ ഓർ GST എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഈ GSTൻ്റെ ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാന്ന് പറഞ്ഞു. കറൻലി നിർമ്മല സീതാരാമനാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. ആരാണോ ഫിനാൻസ് മിനിസ്റ്റർ അയാളായിരിക്കും GST കൗൺസിലിൻ്റെ ചെയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് സ്റ്റേറ്റിന് 2/3 മീൻസ് എത്ര 100 വോട്ടാണ് വിചാരിച്ചു. അതിൽ സ്റ്റേറ്റിന് വോട്ടിംഗ് ഷെയർ എന്ന് പറയുമ്പോൾ 100ൽ ഒരു 66, 100ൽ സ്റ്റേറ്റിന് പോകും. 33 2 100 കിട്ടണം. ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. ഓക്കെ, 33ൻ്റെ അടുത്ത് ഏത് സെൻട്രലിന് വോട്ടിംഗ് ഷെയർ ഉണ്ടാവും. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണം, മീൻസ് ഒരു തീരുമാനം എടുക്കണം. GST കൗൺസിൽ ഒരു തീരുമാനം എടുക്കണം. അതിന് 75% വോട്ട് വേണം. ഓക്കെ, 75% വോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 2/3 എന്ന് പറഞ്ഞാൽ 66%, സെൻട്രലിൽ 33%. സെൻട്രലിനെ ഉൾപ്പെടുത്താണ്ട് സ്റ്റേറ്റിന് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒരു വീറ്റോ പവർ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡയറക്റ്റ് വീറ്റോ പവർ ഇവിടെ സ്റ്റേറ്റിന് കിട്ടി. ഓക്കെ,
അങ്ങനെ ഒരു സാധനം GST കൗൺസിലുണ്ട്. മീൻസ് സെൻട്രലിൻ്റെ അപ്രൂവൽ വേണം. സെൻട്രലിൻ്റെ അപ്രൂവൽ ഇല്ലാണ്ട് സ്റ്റേറ്റിന് മാത്രമേ തീരുമാനം എടുക്കാനില്ല. ഡയറക്റ്റ് വീറ്റോ പവർ. പിന്നെ ഇതിൽ ഓരോ സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് ഓർ ടാക്സേഷൻ മിനിസ്റ്റർ ഇതിലുണ്ടാവും. ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ഓരോ സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് ഓർ ടാക്സേഷൻ മിനിസ്റ്റർ, പിന്നെ ഫിനാൻസിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും ഉണ്ടാവും ഇവിടെ. ഓക്കെ. പിന്നെ UT ലെജിസ്ലേച്ചറുള്ള UT ഉണ്ടല്ലോ, ഏത് ഡൽഹി, ഇപ്പോഴത്തെ ജമ്മു JNK, പുതുച്ചേരി, ഇങ്ങനെ ഇവിടെ ലെജിസ്ലേച്ചറൊക്കെ ഉണ്ട്. അപ്പം ഇവർക്കൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അവരെ ടാക്സേഷൻ മിനിസ്റ്റർ ഓർ ഫിനാൻസ് മിനിസ്റ്റർ ഇതിൽ GST കൗൺസിലിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ബേസിക്കലി പറഞ്ഞത് 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആർട്ടിക്കിൾ 279 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. മേജറായിട്ട് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഓരോ ഫിനാൻസ് മിനിസ്റ്റർ ടാക്സേഷനും ഫിനാൻസും സ്റ്റേറ്റ് വൈസ് ഉണ്ടാവും. UTയിലെ ലെജിസ്ലേറ്റർ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഏത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫിനാൻസിൻ്റെ അയാളുണ്ടാവും. പിന്നെ വോട്ടിംഗ് ഷെയർ 66%, 66.66% സ്റ്റേറ്റ്സിനും, സെൻട്രലിൽ 33.33%. പിന്നെ ഡിസിഷൻ മേക്കിന് 75% വേണം. അതായത് സെൻട്രലിലെ കൺസെൻസസ് ഇല്ലാണ്ട് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റൂല GST കൗൺസിൽ. പിന്നെ മെയിനായിട്ടുള്ള സംഭവം നോക്കുകയാണെങ്കിൽ ഈ പെട്രോളിയം പ്രൊഡക്ട്സ് ഉണ്ട്, അത് GSTയിൽ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. മീൻസ് ഒരു ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. പെട്രോൾ GSTയിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് വെച്ചാൽ ആണ്, ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. റേറ്റ് സ്ട്രക്ചർ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഓക്കെ, എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ GSTയിൽ ഇൻക്ലൂഡഡ് അല്ല. പെട്രോളിയം ഇൻക്ലൂഡഡ് ആണ്. എയർ ടർബൈൻ ഫ്യൂവൽ, ഏവിയേഷൻ ഫ്യൂവൽ, പറക്കാനൊക്കെ പ്ലെയിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ, അതൊക്കെ പെട്രോളിയം പ്രൊഡക്ട്സിൽ വരും. അപ്പം ഇതൊക്കെ GSTയിൽ ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ ആൽക്കഹോൾ എന്ന് പറയുന്നത് GSTയിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അങ്ങനെ ഒരു വ്യത്യാസം. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് മേജറായിട്ട് ടാക്സ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സാണ് ഇത്, ആൽക്കഹോൾ, പെട്രോൾ, ഡീസൽ, പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് മെയിനായിട്ട് ഇവർക്ക് പൈസ കിട്ടുന്നത് ഈ 2 സബ്സെക്ഷൻ നിന്നാണ്. അപ്പം ഈ GSTയിൽ മാക്സിമം ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ 40% ആണ്. ഓക്കെ, GSTയിലെ മാക്സിമം ടാക്സേഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 40% ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പറയാം. അപ്പം 40% ടാക്സേഷൻ ലിമിറ്റിലേക്ക് കൊണ്ടുവന്നാൽ ഇപ്പം നമുക്കറിയാം എത്ര 100% മീൻസ് 50 രൂപേൻ്റെ സംഭവം നമ്മൾ 100 രൂപക്ക് പെട്രോളിയം ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും വിൽക്കുന്നുണ്ട്. സോ അത്രയും പൈസ ഗവൺമെന്റിന് ടാക്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ഡെവലപ്മെന്റിനും ഓരോ പ്രോജക്ട്സിനും ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത്. മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫീൽഡ്സ് ആണ് പെട്രോളിയം പ്രൊഡക്ട്സ്, ലിക്കേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചാണ് നമ്മൾ അധികം ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ചെയ്യുന്നത്. 40% ലിമിറ്റുള്ള ഈ ഒരു ക്യാപ്പിലേക്ക് ഇവൻ മാക്സിമം 40 40 കൊണ്ടുവന്നാൽ പോലും കറലി കിട്ടുന്നതിൻ്റെ പൈസയിൽ നിന്ന് നല്ല ഇടിവുണ്ടാവും. ടാക്സേഷൻ വകയിൽ സ്റ്റേറ്റിന് കിട്ടുന്ന ഇതിൽ നല്ല ഇടിവുണ്ടാവും. ഓക്കെ, കറൻലി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ആൽക്കഹോളിന് ടാക്സ് ചെയ്യുന്നത്, സ്റ്റേറ്റും സെൻട്രലും പെട്രോളിനും ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മേജറായിട്ടുള്ള സംഭവം. പിന്നെ ലാൻഡ് ടാക്സേഷൻ, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. GSTന്ന് എക്സ്ക്ലൂഡായിട്ടും പൈസ റേറ്റ് നിർണ്ണയിക്കാത്തൊക്കെ. നമ്മൾ മേജറായിട്ടുള്ള സംഭവം 2 സംഭവമാണ് പറഞ്ഞത് നേരത്തെ, പെട്രോളിയം, ആൽക്കഹോൾ. ഓക്കെ, അപ്പം ഈ GST 1.0 ഫസ്റ്റ് ഫേസ് GST നമ്മൾ പറഞ്ഞല്ലോ 2017 ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസ് GSTയിൽ മൊത്തം എത്ര 5 ടാക്സ് സ്ലാബ്സ് ഉണ്ട്. 0%, 5%, 12%, 28%,
80. ഓക്കെ, നമ്മൾ മേജറായിട്ട് പോർ ടാക്സ് ലാബ് എന്നാണ് പറയുന്നത്, പക്ഷെ ടാക്സ് 0% ഉള്ളത് കൊണ്ട് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലെ പ്രൊഡക്ഷൻ എന്താണെന്ന് പറയാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് റീവാമ്പ് ചെയ്തല്ലോ 2025 റീവാമ്പ് ചെയ്തിട്ട് കുറച്ച് പുതിയ മെയിനായിട്ട് 0% കൊണ്ട് കൂട്ട് 4 ടാക്സ് ലാബാക്കി ടോട്ടൽ. അപ്പം അത് നമ്മൾ പറയും ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രൊഡക്റ്റാണ്, ഏതൊക്കെ വരുന്നത്. ഓക്കെ, അതാണ് GST 2.0 നമ്മൾ പറഞ്ഞ കാര്യം. നമ്മൾ GST 2.0 കൊണ്ടുവരാനുള്ള റീസൺസ് ആണ് ഇവിടെ പറയുന്നത്. റാഷണലൈസേഷൻ എന്നാണ് പറയുന്നത്. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ടാക്സ് സ്ട്രക്ചറിന് കുറച്ചും കൂടി റീവാമ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കുന്ന പ്രോസസ്സ്. ഓക്കെ, നമ്മളെ മേജറായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എസെൻഷ്യലിന് മുകളിൽ ടാക്സ് ബേർഡൻ കുറച്ച് കൂടുതലായിട്ട് GST 1.0 എക്സ്പ്രസീവ് ആയിരുന്നു. അപ്പം അത് കുറക്കാൻ ഒരു ലക്ഷ്യം, പിന്നെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കറൻലി ഇന്ത്യയിൽ കുറേ റെഗുലേഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ റെഗുലേഷൻസ് ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ ഒരാൾ ഇൻഡിവിജ്വൽ വന്നാൽ അയാൾക്ക് എല്ലാ നോംസും പാലിച്ചാൽ മാത്രമേ ബിസിനസ്സിനെ ആക്സെപ്റ്റൻസ് കിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ. സോ എന്താ പറയുക, ഡിപ്ലോമാറ്റിക് അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഹാർഡിൽസ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ആ ഒരു പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാനാണ് കൂടെയാണ് GST 2.0 ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞു, അതാണ് അത് ഉദ്ദേശിച്ചത്. പിന്നെ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട് ടാക്സേഷൻ മീൻസ് എസെൻഷ്യൽ സംഭവത്തിൻ്റെ ടാക്സേഷൻ കുറഞ്ഞാൽ വിലയും കുറയും. അപ്പം വില കുറഞ്ഞാൽ എക്സ്പോർട്ടിൻ്റെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ്നെസ് കൂടും. ഓക്കെ, അപ്പം ഫിസിക്കൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി, നമുക്ക് വില കുറഞ്ഞാൽ ഒരു സംഭവത്തിൻ്റെ വില കുറഞ്ഞാൽ ഓർ കൂടുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സൊക്കെ കൂടിയാൽ എക്കണോമി കൂടുതൽ സ്റ്റേബിൾ ആവും. ഓക്കെ, ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതുകൂടെ ഇവിടെ GST 2.0 എയിം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ GST 1.0 നമ്മൾ ഈ GST ഫയലിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ സൈഡ് ഡിജിറ്റൽ സൈഡിൽ നമ്മൾ ഫയലിങ്ങുമായിട്ട് കുറച്ചും കൂടെ ഹാർഡ്ഷിപ്പ് ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് AI ഒക്കെ നമ്മൾ 2.0 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് GST 2.0. ഓക്കെ, ഇനി നമ്മൾ GST 2.0 വരുമ്പോൾ മെയിനായിട്ട് വന്ന കുറച്ച് ചേഞ്ചസ് സംഭവമാണ്. ലൈക്ക് എന്തൊക്കെ മാറ്റം, ഇല്ല കറൻലി ഉള്ള ഗുഡ് സ്ട്രക്ചർ വെച്ചിട്ട് എന്തൊക്കെ വന്നത്. ഓൾറെഡി GST 1.0 തന്നെ ഉള്ളതാണ് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ്സ്, ഫ്രഷിനാണ് 0%. പ്രോസസ്സിൻ്റെ ഒരു റേറ്റ് ഉണ്ട്, മീൻസ് 5-18 ഒക്കെ. പിന്നെ സ്റ്റേഷനറി ഇപ്പോൾ GST 2.0 എന്ത് ഇൻക്ലൂഡ് ചെയ്തതാണ്. GST 1.0 സ്റ്റേഷനറി 0% ആയിരുന്നില്ല. ഇന്ത്യൻ ബ്രെഡ് 2.0 ഇൻക്ലൂഡ് ചെയ്തതാണ്. ലൈഫ് സേവിങ് ഡ്രഗ്സ് മീൻസ് ക്യാൻസറിന് അടിക്കാനുള്ള 33 മെഡിസിൻ. പിന്നെ ലൈഫ് സപ്പോർട്ടിങ് മെഷീൻസ് ഇതിനൊക്കെ 0% ടാക്സ് ആക്കിയിട്ടുണ്ട്. അത് കറൻലിയുള്ള GST 2.0 ആക്കിയതാണ്. ഓക്കെ, പിന്നെ സാനിറ്ററി നാപ്കിൻ, ഇൻഷുറൻസിന് കറൻലി ഉള്ള GST 2.0 മാറ്റിയതാണ്. അത് ആദ്യം ടാക്സേഷൻ ഉണ്ടായിരുന്നു, 0% ആക്കി. ഇൻഷുറൻസ് 0% ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ടോട്ടൽ പോപ്പുലേഷൻ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെസ്സാണ്, മീൻസ് ഡെവലപ്ഡ് ആൻഡ് ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ നോക്കും. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ടാക്സേഷൻ കൂടെ ഇൻഷുറൻസിൽ വരുമ്പം അതും കൂടെ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങും ആൾക്കാർ. ഈ ടാക്സേഷൻ ഒഴിവാകുമ്പോൾ ഈ പ്രീമിയത്തിൻ്റെ പൈസ കുറയും, ഓരോ ഇൻഡിവിജ്വൽ പ്രീമിയത്തിൻ്റെ ഇൻഷുറൻസിന് പൈസ കുറയും. ഓക്കെ, അപ്പോൾ അത്രയും വിലക്കുറവിൽ ആൾക്കാർ വരുമ്പോൾ ഇൻഷുറൻസ് ഒക്കെ കുറേ എടുക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ മെഡിക്കൽ ബില്ല് കൂടും. നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നമ്മളെ എക്സ്ട്രാ നമ്മളെ എന്താ പറയുക, ഈ ഫുഡിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ കയ്യിൽ നിന്ന് കുറേ പൈസ പോകും. ഹെൽത്ത് എക്സ്പെൻഡിച്ചറൊക്കെ ആയിട്ട് നമ്മളെ വരുമാനത്തിൽ ഇഷ്ടംപോലെ പൈസ അല്ലാതെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട്. ഓക്കെ, അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസിൻ്റെ ഇത് എന്താ പറയുക ആക്സെപ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടെയാണ് 0% എടുത്തത്. പിന്നെ 5% എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്, പേഴ്സണൽ കെയർ,
പിന്നെ സർട്ടൺ കൺസ്യൂമർ ഗുഡ്സ് 80%. നേരത്തെ നമ്മൾ പറഞ്ഞു 5, നേരത്തെ 12% ഉണ്ടായിരുന്നു, 18 ഉണ്ടായിരുന്നു, 28 ഉണ്ടായിരുന്നു. 28 മേജർ 18 ഇട്ടത്, 12 5 18. ഓക്കെ, ഈ മേജർ വെഹിക്കിൾസും ഇലക്ട്രിക് വെഹിക്കിൾസും പിന്നെ ഇലക്ട്രോണിക്സ് അപ്ലയൻസസും അങ്ങനത്തെ എന്താ പറയുക ഫിനാൻസ് സർവീസസും ഒക്കെ 18%ലാണ് കറന്റ് ആക്കിയിരുന്നത്. ഇന്ത്യയുള്ള 12%, 28% കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് മേജർലി പറയാനുള്ളത്. ഇനിയിപ്പം 40% ആക്കിയത്, 40%-ൽ ലക്ഷറി ഗുഡ്സും സിൻ ഗുഡ്സാണ്. ലക്ഷറി ഗുഡ്സ്, സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക സിഗരറ്റ്, അങ്ങനത്തെ ആൽക്കഹോൾ, അങ്ങനത്തെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ സിൻ ഗുഡ്സ് എന്ന് പറയാം. ഇതൊക്കെയാണ് സിൻ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ വരിക. ലക്ഷറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല വില കൂടിയ SUVs, ലക്ഷറി വാച്ചസ്, ലക്ഷറി ഡ്രസ്, അങ്ങനത്തെ ലക്ഷറി ഐറ്റംസിനാണ് 40%. 40% ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാക്സിമം ടാക്സബിൾ ആയിട്ട് GSTയിലുള്ള എമൗണ്ട്. ഓക്കെ, GST ലോയിൽ മാക്സിമം, GST ആക്ടിൽ മാക്സിമം ടാക്സബിൾ ആയിട്ടുള്ള എന്താ റേറ്റ് എന്ന് പറയുന്നത് 40% ആയിട്ടാണ് ഇത് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം 40% ആണ് മാക്സിമം ടാക്സബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞ് ഇതാണ് മേജർ. നമ്മൾ നേരത്തെ പറഞ്ഞ 0, 5%, 18%, 40%. മേജർ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഓക്കെ, ഇനി നമ്മളൊന്നുകൂടെ എല്ലാം ഒന്നുകൂടെ നോക്കാം. GSTയിൽ ആദ്യം പോലെ എന്തൊക്കെ പറഞ്ഞു. 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് എന്നുള്ള GST എന്ന് പറഞ്ഞു. പിന്നെ GST ഒരു മൈൽ സ്റ്റോൺ ആയുള്ള റീസൺസ് കുറേ ഇൻഡയറക്റ്റ് ടാക്സ് എല്ലാം കൂടെ കമ്പയർ ചെയ്ത് സിംഗിൾ ടാക്സ് ആക്കി സ്റ്റേറ്റിലും സെൻട്രലിലും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ ആണ്, ഡുവൽ ടാക്സേഷൻ മോഡലാണ്. സെൻട്രലിലും സ്റ്റേറ്റിനും ടാക്സ് കിട്ടും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഇൻപുട്ടിന് കൊടുക്കുന്ന ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ പ്രൊഡക്റ്റ് കുറച്ചും കൂടി പ്രൈസ് കുറച്ച് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. GST കൗൺസിൽ പറഞ്ഞു 101 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ട് ആർട്ടിക്കിൾ 279. അതേപോലെ തന്നെ പെട്രോളിന് GSTയിലുണ്ട്, പക്ഷേ റേറ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ആൽക്കഹോൾ GSTയിൽ ഇൻക്ലൂഡഡ് അല്ല. GST 1 ഓയില് മേജറായിട്ട് 4 ടാക്സ് സ്ലാബ്സും പിന്നെ 0% അപ്പോൾ ടോട്ടൽ 5. പിന്നെ GST 2 നാഷണലൈസേഷൻ എന്തൊക്കെ റീസൺസ് ആണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കറണ്ട് GST 2 ടാക്സ് സ്ലാബ്സും അതിലെന്തൊക്കെ മാറ്റം വരുത്തി, എന്തിനാണ് മാറ്റം വരുത്തിയെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ ടോട്ടലി GST എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പോകാൻ പറ്റും. ബട്ട് ആവശ്യമുള്ള നോർമൽ ജനറലി എല്ലാത്തിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ എടുത്തത്. ഓക്കെ, താങ്ക് യു.